Hi friends, welcome back to Budget Master. ഡെഡ്പൂൾ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിട്ട് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലും ഇതുകൂടാതെ പുറത്തും നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഇതിലെ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഞെട്ടുന്ന രീതിയിൽ തന്നെയാണ് മാർവൽ ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ടുപോയിരിക്കുന്നത്. ഇത് മാത്രമല്ലാതെ എക്കോ സീരീസിനെ പറ്റിയിട്ടുള്ള ചില വിവരങ്ങളും ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തെങ്കിലും നമ്മൾ ഇതിൽ നോക്കാൻ പോകുന്നത് ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റിയിട്ടുള്ളത് തന്നെയാണ്. അതോടെ തന്നെ നമുക്ക് വീഡിയോ തുടക്കം. നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ കാണുന്നെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് എനേബിൾ ചെയ്യുക. ഞാനിപ്പോൾ പുതിയതായിട്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ എന്താണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കാൻ പോകുന്നത് ഡെഡ്പൂൾ 3യുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് തന്നെയാണ്. ഓൾറെഡി നമ്മൾ ഡെഡ്പൂൾ 3യുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ മുൻപേ തന്നെ പറഞ്ഞിരുന്നു. അഥവാ ഡെഡ്പൂൾ 3യുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ആ ഒരു ലീക്കുകളെ കളിയാക്കിക്കൊണ്ട് റയൻ റെയ്നോൾഡ്സ് തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ ആദ്യം ഒരു സ്റ്റേറ്റ്മെൻറ്റും പിന്നീട് കുറേയധികം ഫോട്ടോകളും തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ അദ്ദേഹം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. അതിലായിട്ട് നമുക്ക് പ്രെഡേറ്ററിനെയും ഇതുകൂടാതെ മിക്കി മൗസിനെയും ഇതൊന്നുമല്ലാതെ ആൻഡ്മാൻ ഉൾപ്പെടെയുള്ള പല ക്യാരക്ടേഴ്സിൻ്റെ ഫോട്ടോഷോപ്പിൻ്റെ ഇമേജസ് കാണാൻ സാധിച്ചിരുന്നു. എന്നാൽ ഇതെല്ലാത്തിനുമുപരി ഇതെല്ലാം ആരംഭിച്ചത് ആ ഒരു സെറ്റ് ഇമേജസ് ലീക്കായതോടെ തന്നെയാണ്. എന്നാൽ ആ ഒരു സെറ്റ് ഇമേജസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിനിമ നമ്മൾ ഉദ്ദേശിക്കുന്നതിലും അപ്പുറമായിരിക്കും എന്നുള്ളത് തന്നെയാണ്. അഥവാ നമ്മൾ എന്തൊക്കെയാണോ പ്രതീക്ഷിക്കുന്നത് അതിനെല്ലാത്തിനും അപ്പുറമായിട്ട് നമ്മൾ ഏതൊക്കെ ക്യാരക്ടേഴ്സിനെയാണോ പ്രതീക്ഷിക്കുന്നത് അതിനും അപ്പുറമായിട്ട് മാർവൽ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓൾറെഡി മുൻപേ തന്നെ പറഞ്ഞിരുന്നു ഈ ഒരു സിനിമയ്ക്ക് സീക്രട്ട് വേഴ്സുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അഥവാ സീക്രട്ട് വേഴ്സിലേക്ക് നയിക്കാൻ പോകുന്ന മെയിൻ കാര്യങ്ങൾ ആരംഭിക്കുന്നതും എല്ലാം തന്നെ ഇതേ ഡെഡ്പൂൾ 3യിലൂടെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് മാത്രമല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റ് ആർട്ട് പുറത്തു വന്നിരുന്നു. ആ ഒരു കൺസെപ്റ്റ് ആർട്ടിൽ നമുക്ക് ഈ രണ്ട് കഥാപാത്രങ്ങളും അഥവാ ഡെഡ്പൂളും എക്സ്മെനും മറ്റൊരു യൂണിവേഴ്സിലെത്തുകയും അവിടെ നമുക്ക് ബാക്കിയുള്ള എക്സ്മെൻ കഥാപാത്രങ്ങളെ ഇവർക്കെതിരായിട്ട് കാണാൻ സാധിക്കുമെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതൊന്നുമല്ലാതെ ഇപ്പോൾ ആ സെറ്റ് ഇമേജസ് പുറത്തു വന്നതിലൂടെ കുറേയധികം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഇവിടെയായിട്ട് കുറേയധികം TVA ഏജൻസിനെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. മുൻപേ തന്നെ വന്നൊരു ലീക്കായിരുന്നു ഡെഡ്പൂൾ 3യിൽ TVA ഏജൻസ് വരും, ഇവർ ഒരു ഫോറസ്റ്റിൽ ചെറിയൊരു റണ്ണിങ് സീക്വൻസ് എല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന രീതിയിൽ തന്നെയുള്ളത്. എന്നാൽ ഇപ്പോൾ വന്ന സെറ്റ് ഇമേജസ് ലീക്കിലൂടെ നമുക്ക് ആ ഒരു കാര്യം കൺഫേം ചെയ്യാൻ സാധിക്കുന്നു. അഥവാ TVA ഈ ഒരു സിനിമയിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്നാൽ TVA ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ലോക്കിയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നു. ഇത് മാത്രമല്ലാതെ മറ്റൊരു തിയറി സൂചിപ്പിക്കുന്ന പ്രകാരം ഈ കഥ മുഴുവൻ നടക്കുന്നത് വോയിഡിലായിട്ടാണ് എന്നുള്ളത് തന്നെയാണ്. അതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളെല്ലാം നമുക്ക് വരും ദിവസങ്ങളിൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അല്ല ഇത് മാത്രമല്ലാതെ മറ്റൊരു പ്രധാനപ്പെട്ട ലീക്ക് നമുക്ക് ഈ ഒരു സെറ്റ് ഇമേജസിലൂടെ ലഭിച്ചിരിക്കുന്നത് കുറച്ചധികം കാറുകളുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. പ്രധാനമായിട്ടും രണ്ട് കാറുകളാണ്. ഒന്ന് നമ്മൾ കാണുന്നത് ഫെൻറ്റാസ്റ്റിക് ഫോറിൻ്റെ കാർ തന്നെയാണ്. അതാ ഫെൻറ്റാസ്റ്റിക് ഫോറിൻ്റെ ഒരു വാഹനം അവർ കോമിക്സിൽ ഉപയോഗിച്ചിരുന്നത് ഇത് തന്നെയാണ്. ഇത് മാത്രമല്ലാതെ കാറിൻ്റെ മുൻഭാഗത്തായിട്ട് ഫോർ എന്ന് എഴുതിക്കുന്നതും വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു. അതോടെ തന്നെ ഫെൻറ്റാസ്റ്റിക് ഫോറുമായി ബന്ധപ്പെട്ട ഒരു ഡയറക്റ്റ് കണക്ഷൻ തന്നെ നമുക്ക് ആദ്യത്തെ ഒരു സെറ്റ് ഇമേജസിലൂടെ ലഭിച്ചിരിക്കുന്നു. ശേഷം അടുത്തൊരു സെറ്റ് ഇമേജ് എന്ന് പറയുന്നത് നമ്മൾ തീർച്ചയായിട്ടും കണ്ടിട്ടുള്ളത് തന്നെയാണ്. അഥവാ ക്യാപ്റ്റൻ അമേരിക്ക ഫസ്റ്റ് അവഞ്ചറിൽ നമ്മൾ കണ്ട റെഡ് സ്കളിൻ്റെ അതേ കാർ തന്നെയാണ്. അഥവാ റെഡ് സ്കളിൻ്റെ ഇതേ കാറിനെ തന്നെ നമുക്ക് ഈ ഒരു സിനിമയുടെ ഈ ഒരു പർട്ടിക്കുലർ സീക്വൻസിൽ കാണാൻ സാധിക്കുന്നു. അതോടെ തന്നെ റെഡ് സ്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും തീർച്ചയായിട്ടും കാണാൻ ചാൻസ് ഉണ്ട്. ശേഷം അടുത്തൊരു വാഹനം നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു സെറ്റ് ഇമേജസിൽ കാണുന്നത് നമ്മൾ മൂൺ നൈറ്റിൽ കണ്ട അതേ ഐസ്ക്രീം വാൻ തന്നെ, ചേസിങ്ങിലും മറ്റുമായിട്ട് നമ്മൾ കണ്ട അതേ ഐസ്ക്രീം വാൻ തന്നെ. അതോടെ തന്നെ പ്രധാനമായിട്ടും വാഹനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഈ ഒരു സീരീസിൽ ഇതുവരെയായിട്ട് കണ്ടിട്ടുള്ളത്. അതിൽ ഒരു കാര്യം കൂടി പറയേണ്ടിയിരിക്കുന്നത് തീർച്ചയായിട്ടും വാഹനങ്ങളെ മാത്രമായിട്ടാണ് ഇവർ ഉപയോഗിക്കുന്നതെങ്കിൽ മുൻപേ പറഞ്ഞതുപോലെ ആ ഒരു വോയിഡിൻ്റെ കൺസെപ്റ്റ് വരാൻ ചാൻസ് കുറേയേറെ കൂടുതലാണ്. കാരണം നമ്മൾ വോയിഡിലായിട്ട് കുറേയേറെ വാഹനങ്ങളും ഇതുകൂടാതെ ബാക്കിയുള്ള ഡയറക്റ്റ് റെഫറൻസും കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അതോടെ തന്നെ എന്ത് വേണമെങ്കിലും തീർച്ചയായിട്ടും ഇപ്പോൾ നടക്കാവുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങളുള്ളത്. ഇപ്പോൾ തന്നെ ഓൾറെഡി നമുക്ക് 3 കഥാപാത്രങ്ങളുമായി ബന്ധപ്പെട്ട ഡയറക്റ്റ് റെഫറൻസ് ലഭിച്ചിട്ടുണ്ട്. എക്സ്മെൻസിൻ്റെയും മൂൺ നൈറ്റിൻ്റെയും അതേപോലെ റെഡ് സ്കളിൻ്റെയും. ഇത് മാത്രമല്ലാതെ എക്സ്മെൻസുമായി ബന്ധപ്പെട്ട കൂടുതൽ കഥാപാത്രങ്ങൾ ഈ ഒരു സിനിമയിൽ വരുമെന്നും കൺഫേം തന്നെയാണ്. എന്തൊക്കെ തന്നെയാലും കാര്യങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെ പറ്റി ഇപ്പോൾ ഒരു ഐഡിയ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ശേഷം അടുത്തൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എക്കോയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അഥവാ എക്കോയുടെ ആദ്യത്തെ 3 എപ്പിസോഡുകൾ ക്രിറ്റിക്സിനെ കാണിച്ചിരിക്കുന്നു. ലെങ്ത് ഏകദേശം എല്ലാത്തിനും 45 മിനിറ്റിന് മുകളിലായിട്ടാണ്. അഥവാ 45, 47, 49 എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ആ ഒരു ഡ്യൂറേഷൻ പോയിരിക്കുന്നത്. അല്ലെങ്കിൽ ഫസ്റ്റ് എപ്പിസോഡിൻ്റെ ഡ്യൂറേഷൻ പോയിരിക്കുന്നത് പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ്. കുറേയധികം ഡാർക്കർ ടോണാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിട്ട് തന്നെയാണ് രീതിയിൽ മാർവൽ കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഇത്ര മാത്രമാണ് നമുക്ക് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് നിങ്ങളോട് നൽകാനുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റുകൾ നൽകാൻ ശ്രമിക്കാം. അവരോട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഓപ്പൺ ഉദ്ദേശങ്ങളും ഇവിടെ കമന്റ് ബോക്സിൽ പെടുത്താം. നിങ്ങൾക്ക് നേരത്തെ ഫാൻറ്റസിയും പ്ലോട്ട്സ് ഇവിടെ കമന്റ് ബോക്സിൽ പെടുത്താം. ഇനി എപ്പിസോഡ് നമുക്ക് ഡീറ്റെയിൽ ക്ലിയർ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രതീക്ഷയോടെ എൻ്റെ വരാമൽ യു വാച്ചിങ് ബഡ്ജറ്റ് മാസ്റ്റർ.